ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 10 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു സ്കൂട്ടർ ഓടിക്കാനായിട്ട് സാധിക്കുക എന്നാണ്. ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാഹനത്തിന്റെ ലെങ്ത് എന്തോറുണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. നമ്മുടെ ഹാൻഡിൽ ബാർ വരണേ. അപ്പോൾ ഹാൻഡിൽ ബാറിന്റെ സെന്ററിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരണം. ഈ ഒരു എൻഡിന്, അതായത് കണ്ടത് ഇത് മൂവിങ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ആക്സിലറേറ്റർ ഗ്രിപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ആക്സിലറേറ്റർ എൻഡ് എന്ന് പറയാം, ത്രോട്ടിൽ ഗ്രിപ്പ് അല്ലെങ്കിൽ ത്രോട്ടിൽ എൻഡ് എന്ന് പറയാം. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബ്രേക്ക് ഉണ്ട്, അതായത് നമ്മുടെ ഫ്രണ്ട് വീലിന്റെ ബ്രേക്ക്, നമ്മുടെ സൈക്കിളിലൊക്കെ ഫ്രണ്ട് വീലിന്റെ ബ്രേക്കിൽ അതാണ് ഇവിടെയുള്ളത്. ഇനി നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്വിച്ചിന് ഓൾ ഇൻ വൺ സ്വിച്ച്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ഇത് ഓഫാണ്, എഞ്ചിൻ കിൽ സ്വിച്ച് എന്നും പറയുന്നത് ഇത് ഇങ്ങനെ, സെൽഫ് സ്റ്റാർട്ടിംഗ് സ്വിച്ച് എന്ന് പറയുന്നത് ഇതിൽ തന്നെയാണ്. അപ്പോൾ അതിനെയാണ് ഈ ഓൾ ഇൻ വൺ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓഫാണ്, ഓൺ ആക്കുക. എന്നിട്ട് ഒരു തവണ കൂടി നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവും. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കും കൂടി ജസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ റിയർ സൈഡിലെ ബ്രേക്ക് ലിവർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ ഹാൻഡ് പിടിക്കാനുള്ള ഹാൻഡിൽ ഗ്രിപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു ലിവർ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇനിയുള്ളതാണ് ഇവിടെ കുറച്ച് സ്വിച്ചസുകൾ. ഹൈ ബീം, ലോ ബീമിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റിലെ റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഹോൺ സ്വിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വരാം. അപ്പോൾ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ തമ്പ് കൊണ്ടാണ്. ഇതുകൊണ്ടാണ് ബാക്കി നമ്മൾ പിടിക്കുന്നത് ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് ഉണ്ടാകും. നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. അതിപ്പോൾ വണ്ടിയുമ്പോൾ എങ്ങനെ വെള്ളം കയറിക്കാം, മിക്ക ആൾക്കാരും ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ കാല് ഇപ്പുറത്തോടെ ഇട്ടിട്ട് കയറിയിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ വെള്ളം നമുക്ക് കയറിക്കാം. 2 കാലുകളും നിലത്ത് മുട്ടാവുന്ന രീതിയിൽ തന്നെ നമ്മൾ വണ്ടിയുമ്പോൾ ഇരിക്കാം. നിങ്ങൾ എപ്പോഴും വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കയറിയിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഈ ഒരു കൈ ഇത് കണ്ടല്ലോ, ഇങ്ങനെ ചെന്നിട്ട് വെക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ത്രോട്ടിലിംഗ് കൊടുക്കാവുന്ന മാക്സിമം ഇത്രയേ ഉള്ളൂ. അതായത് ചെറിയൊരു ആംഗിൾ, വളരെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു ഇതിൽ മാത്രമാണ് നിങ്ങൾക്ക് ത്രോട്ടിലിംഗ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ടിൽ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചെറിയ പോക്കറ്റ് റോഡിൽ ഓടിക്കുക. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് നമ്മുടെ കണ്ണിന് എന്തോരം ദൂരം കാണാൻ പറ്റും, അതായത് സ്ട്രൈറ്റ് റോഡിനെങ്കിൽ കുറേ ദൂരം കാണാൻ പറ്റും. ചിലപ്പോൾ വളവും തിരിവെക്കണമെങ്കിൽ ആ ഒരു ലെവലിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് മാത്രം നമ്മൾ വണ്ടി ഓടിക്കുക. ഈ ഇങ്ങോട്ട് നോക്കിയിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ ഇങ്ങോട്ട് പോവും, പെട്ടെന്ന് വണ്ടി ഇങ്ങോട്ട് മറിയാനുള്ളൊരു ചാൻസ് അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾ നേരെ നോക്കി കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും ഏതൊരു 2 വീലർ ഓടിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് വെക്കുക. ഹെൽമെറ്റ് വെച്ചാൽ മാത്രം പോരാ, ഹെൽമെറ്റിൻ്റെ ഇവിടുത്തെ നമ്മുടെ ഈ ഒരു ലോക്കും കൂടി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റാൻഡിൻ്റെ പൊസിഷൻ നമ്മൾ വണ്ടിയിൽ കയറാനായിട്ട് മുമ്പ് സ്റ്റാൻഡിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കും. 100-50 മീറ്ററോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തള്ളി നോക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ തള്ളുന്ന സമയത്ത് വണ്ടിയുടെ ആ ഒരു വെയിറ്റ്, അതുപോലെ ബാലൻസ്, അതുപോലെ ബ്രേക്കിങ്ങിന് തള്ളുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഒക്കെ പിടിച്ച് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ബ്രേക്കിൻ്റെ ഒരു ഇത് ഇരിക്കണം, അല്ലെങ്കിൽ ലെവൽ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ വണ്ടിയുടെ കീ ഓണാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഞ്ചിൻ കിൽ സ്വിച്ച് ഇവിടെ ഓണാക്കി. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടായ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒടുക്കത്തെ ത്രോട്ടിലിംഗ് കൊടുക്കരുത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സീറ്റിംഗ് പോസ്റ്റ് നോക്കുക. അതിനുശേഷം പയ്യെ ഒന്ന് നോക്കുക. കാല് രണ്ടും നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ തറയിൽ കുത്തിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചിങ്ങനെ എടുക്കുക, നോക്കുക. അതായത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നോക്കി നോക്കുക, അങ്ങനെ വളരെ ചെറിയ രീതിയിൽ. അപ്പോൾ കാല് രണ്ടും നമ്മൾ എപ്പോഴും ഇങ്ങനെ തുഴഞ്ഞാൽ പോവുക, എപ്പോഴും തുഴയുക തന്നെ ചെയ്യുക. കണ്ടോ, തുഴഞ്ഞ് പോവുക. സൈഡിൽ വരുന്ന വാഹനങ്ങളെയും കാണാനാണ് മിറേഴ്സ് നമുക്ക് കിട്ടണേ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഓർമ്മയില്ല, ഫ്യൂവൽ ഗേജിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഫ്യൂവൽ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വണ്ടി വഴിയിൽ പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പയ്യെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും പോകുന്നത് എങ്ങനെ കാല് കുത്തിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാല് കാണാൻ പറ്റും. ഞാൻ കാല് കുത്തിയിട്ട് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ട് ചെറിയ രീതിയിൽ മാത്രം നമ്മൾ ത്രോട്ടിൽ കൊടുക്കുക, അതായത് നമ്മൾ സ്പീഡ് കൊടുക്കുക. അപ്പോൾ കാറ്റൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ചെറിയൊരു കാറ്റത്തിലാണ്. അപ്പോൾ എപ്പോഴും ഞാൻ കാലെടുത്തിട്ടില്ല, കാലെടുക്കാണ്ട് ഇങ്ങനെ വണ്ടി ഓടിക്കണേ. ഇപ്പോൾ ഇനി നമ്മളിപ്പോൾ ഒരു കുറച്ച് ദൂരം എത്തി നമുക്ക് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം മാക്സിമം ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒതുക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം റിയർ സൈഡിലേക്ക് നോക്കാം, ആരെങ്കിലും വരണുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ആരും വരണില്ല, അതുപോലെ ഫ്രണ്ടിലേക്ക് നോക്കാം, ആരും വരണില്ല എന്ന് ഉറപ്പായതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാം. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ മിന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി തിരിക്കാൻ പോവാണ്. പയ്യെ നമ്മൾ തിരിക്കുക, പയ്യെ ചെറുതായിട്ട് രീതിയിൽ തിരിക്കുക. വണ്ടികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. കാല് നമ്മൾ എപ്പോഴും എടുത്തിട്ടില്ല, ഒറ്റ ഒടിയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനെ ഒടിച്ചെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് എടുക്കുക. പോട്ടെ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും വണ്ടി നമ്മൾ എടുക്കുക, വണ്ടികളില്ലാന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇപ്പോഴും നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കാല് നിലത്തുനിന്ന് നമ്മളെടുത്ത് മാറ്റിയിട്ടില്ല. കാരണം നമ്മൾ പഠിച്ച് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആ രീതിയിലാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ബാക്കിൽ നിന്ന് ചേട്ടന്മാർ ഹോണൊക്കെ അടിക്കുന്നുണ്ട്, നമ്മൾ ഓടിച്ച് പഠിക്കണല്ലോ. അപ്പോൾ അത് കാരണത്താൽ ഓക്കെ, നമ്മൾ കുണ്ടും കുടിയിലേക്ക് ഓടിക്കണം പോകണേ. ബാക്കിൽ നിന്ന് ചേട്ടന്മാർ അവിടെ കയറിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കുക. ഇങ്ങനെ ഓടിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ആയി. ഇനി വണ്ടി ഒന്ന് പയ്യെ നമുക്കിങ്ങനെ കയറ്റാം, അതായത് നമുക്കിങ്ങനെ കുറച്ചുകൂടി സ്പീഡിൽ നല്ല കയറി പോകാമെന്നുള്ള ഒരു ഇത് വരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓടിക്കാം. അത് കഴിഞ്ഞ ശേഷം പയ്യെ നമ്മുടെ കാലുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ കാലെടുത്ത് ഫുഡ് നമ്മുടെ ഫ്ലോർ മേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഇറക്കായതുകൊണ്ട് എടുത്ത് വെച്ചേക്കണേ. ഞാൻ പോണ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 5ലോ 10ലോ ആയിരിക്കും. ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 5ലോ 10ലായിരിക്കും ഓടിക്കേണ്ടാവാം. ഇപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് വണ്ടി നിർത്തണം, അതായത് ഏകദേശം അവിടെയാണ് നിർത്തേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറുതായിട്ട് ബ്രേക്ക് പിടിക്കുക, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും പിടിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ റൈറ്റ് സൈഡിലേക്കായിട്ട് നിർത്തിയേക്കണം, കാരണം നമ്മുടെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തുമ്പോഴേക്ക് നമുക്ക് CBS വരുന്നുണ്ട്, അതായത് കോമ്പി ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ റിയർ ബ്രേക്കിൻ്റെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ ആ ഒരു ബ്രേക്ക് ലിവറും കൂടി അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക് ജസ്റ്റ് ഒന്ന് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് സൈഡിലും വരും, അപ്പോൾ വണ്ടി സ്ലോ ആവും. ഇപ്പോൾ ഏകദേശം ആ ഒരു പൊസിഷനിലാണ് നമുക്ക് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ ബ്രേക്ക് ചെറുതായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോവാം. അവിടെ എത്തി ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു പൊസിഷനിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ സേഫായി. വണ്ടിയിൽ നിന്ന് ഇറങ്ങണേക്കാളും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ കീ ഓഫ് ആക്കുക. അപ്പോൾ ഈ കീ ഓഫ് ആക്കുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻജിൻ സ്വിച്ച് ഉണ്ട്, അത് ഓഫ് ചെയ്ത് നമ്മുടെ വണ്ടി ഓഫായി. അതിന് ശേഷം വണ്ടി ഇറങ്ങണേക്കാൾ മുമ്പ് നിങ്ങൾ ഇവിടെ ഒരു സാധനം ഉണ്ട്, അത് സ്റ്റാൻഡ് ഇട്ടതിന് ശേഷം ഇറങ്ങുക. ഇങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.